അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അങ്ങനെ നമ്മുടെ റഹീമയുടെ ഉപ്പയെ റൂമിലേക്ക് മാറ്റി 2-3 ദിവസമായിട്ടുണ്ട്. രാവിലെ ഡോക്ടർ വന്ന് നോക്കി, റൗണ്ട്സിന് വന്ന് നോക്കിയപ്പോൾ ഡിസ്ചാർജ് പറഞ്ഞിട്ടുണ്ട്. റഹീമയുടെ ഉമ്മയും സഹോദരങ്ങളും നാത്തൂന്മാരുമെല്ലാം ആകെ അന്തം വിട്ടു നിൽക്കുകയാണ്. കാരണം ഇത്രയും ദിവസം പെട്ടെന്ന് ഡിസ്ചാർജ് ആയാൽ മതിയായിരുന്നു എന്നായിരുന്നു അവരുടെ പ്രാർത്ഥന. എന്നാൽ ഡിസ്ചാർജ് പറഞ്ഞപ്പോഴാവട്ടെ ഒരു സംഖ്യ ഹോസ്പിറ്റൽ ബില്ല് ഉണ്ടാവും എന്ന് അവർക്കറിയാം. കാരണം ഇത്രയും ദിവസം ക്രെഡിറ്റിലാണ് ബില്ല് എല്ലാം പോയിക്കൊണ്ടിരുന്നത്. അവിടുത്തെ റൂമിൻ്റെ റെൻറ്റ്, അതുപോലെ തന്നെ ICUവിൻ്റെ റെൻറ്റ്, മെഡിസിന്, എന്തിന് ഫുഡ് അടക്കം അവിടുന്ന് ക്യാൻറ്റീനിൽ നിന്ന് എല്ലാം ക്രെഡിറ്റിലാണ് പോയിക്കൊണ്ടിരുന്നത്. നല്ലൊരു സംഖ്യ ബില്ല് ഉണ്ടാവും എന്ന് രാവിലെ ഏകദേശം കണക്ക് കൂട്ടി പറയാൻ പറഞ്ഞിരുന്ന പെൺകുട്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവിടെ അങ്ങനെയാണ്, ഏകദേശം ഡിസ്ചാർജ് ദിവസം രാവിലെ ഒരു ആവറേജ് ബില്ലൊക്കെ പറഞ്ഞു കൊടുക്കും. അങ്ങനെ പറഞ്ഞപ്പോൾ തന്നെ ഏകദേശം 1 ലക്ഷം രൂപയുടെ അടുത്ത് ബില്ലായിട്ടുണ്ട് എല്ലാം കൂടെ. അതുകൊണ്ട് തന്നെ അവർ ആകെ ധർമ്മസങ്കടത്തിലാണ്. ഈ ഒരു അവസ്ഥയിൽ എന്തു ചെയ്യുമെന്ന്. തലേ ദിവസം കുറച്ചൊക്കെ കാര്യങ്ങൾ അവർ ബഷീർ മുതലാളിയോട് പറഞ്ഞ് മനസ്സിലാക്കിയിരുന്നു. വക്കീൽ പറഞ്ഞത് ഇപ്പോൾ തൽക്കാലം ഒന്നിനും പോണ്ട, കുറച്ച് കഴിഞ്ഞു പോയാൽ മതി. ഇപ്പോൾ പോയി കഴിഞ്ഞാൽ വീണ്ടും ഒരു അന്വേഷണമുണ്ടായാൽ വീണ്ടും നമ്മൾ ആകെ പെട്ടുപോകും. അതുകൊണ്ട് ഇപ്പോൾ തൽക്കാലം അന്വേഷണം നിർത്തിവെച്ചിരിക്കുകയാണ്. അങ്ങനെയെല്ലാമാണ് അദ്ദേഹത്തോട് വീട്ടുകാർ പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞു, മക്കളെ, പൈസക്ക് എന്നാൽ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആ ഫോണെടുത്ത് എൻ്റെ കൂട്ടുകാരൻ ഹമീദിനെ ഒന്ന് വിളിച്ചുതാ. തൽക്കാലം ഞാൻ അവൻ്റെ കയ്യിൽ നിന്നും വാങ്ങിച്ചോളാം. അവനും പല സാഹചര്യത്തിലും എൻ്റെ കയ്യിൽ നിന്ന് ഒരുപാട് ക്യാഷൊക്കെ വാങ്ങിയിട്ടുണ്ട്. കുറച്ച് കഴിഞ്ഞാൽ തിരിച്ചു തരാറുമുണ്ട്. ഞങ്ങൾക്കിടയിൽ അങ്ങനെയുള്ള ഇടപാടുകൾ ഉണ്ടാവാറുണ്ട്. നിങ്ങളൊന്ന് ഫോണെടുത്ത് വിളിച്ചുതാ എന്ന് പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ മൂത്ത മകൻ ഫോൺ എടുത്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ സുഹൃത്തിൻ്റെ നമ്പർ ഡയൽ ചെയ്തുകൊണ്ട് വാപ്പാൻ്റെ ചെവിയിൽ വെച്ച് കൊടുത്തു. 2-3 റിങ്ങിൻ്റെ ശേഷം ഫോൺ എടുത്ത് മറുതലക്കിൽ നിന്നും ഹലോ, അസ്സലാമു അലൈക്കും എന്ന ചോദ്യം വന്നു. അതിന് പകരമായി നമ്മുടെ ബഷീർ മുതലാളി വഅലൈക്കും അസ്സലാം, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എന്നെല്ലാം ചോദിച്ചു. വലിയ തരക്കേടില്ലാതെ പോകുന്നു, കുഴപ്പമൊന്നുമില്ല. ഞാൻ അറിഞ്ഞിരുന്നു നിൻ്റെ വിവരങ്ങളൊക്കെ. എന്നിട്ട് എന്തായി? ഹോസ്പിറ്റലിൽ നിന്നും ഡിസ്ചാർജ് ആയോ? വന്ന് കാണാനൊന്നും സമയം കിട്ടിയില്ല, ഓരോ തിരക്കേ എന്നെല്ലാം പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഇങ്ങനെ ചോദിച്ചു. അപ്പോൾ നമ്മുടെ റഹീമാൻ്റെ ഉപ്പ പറഞ്ഞു, എന്താ കുഴപ്പമൊന്നുമില്ല, അങ്ങനെ പോകുന്നു. ഇനി എല്ലാം ശരിയായി വന്നിട്ട് വേണം, കുറച്ച് സമയമെടുക്കും. ഞാൻ അത്യാവശ്യമായി വിളിച്ചത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കുറച്ച് പൈസയുടെ ആവശ്യമുണ്ട്. ഹോസ്പിറ്റൽ ബില്ലൊക്കെ അടക്കണം. നമ്മൾ തമ്മിൽ പിന്നെ അങ്ങനെയൊക്കെ ചെയ്യാറുള്ളതല്ലേ. അതുകൊണ്ട് തന്നെ നീ അത്യാവശ്യമായി കുറച്ച് പൈസ എൻ്റെ മോൻ്റെ അക്കൗണ്ടിലേക്ക് ഇട്ടു തരണം. എൻ്റെ അക്കൗണ്ടെല്ലാം ഫ്രീസ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. പണമിടപാടൊന്നും നടക്കില്ല. മോൻ്റെയും മിക്കവാറും അക്കൗണ്ട് അങ്ങനെ തന്നെയാണ്. പിന്നെ ഒരു ചെറിയൊരു ബാങ്കിലുണ്ട്. അതിൽ ചെറിയ കുറച്ചൊക്കെ എമൗണ്ട് ഇടാം. പക്ഷേ ആ അക്കൗണ്ടിന് വലിയ കുഴപ്പമില്ല. ആ ഒരു അക്കൗണ്ട് മാത്രമേ ഇനി ബാക്കിയുള്ളൂ. നീ അതിലേക്ക് ഇട്ടു തരണം എന്ന് പറഞ്ഞു. ഇത് കേട്ടതും നമ്മുടെ ബഷീർ മുതലാളിയുടെ കൂട്ടുകാരൻ്റെ സംസാരം പെട്ടെന്ന് മാറി. എടോ, കാശിൻ്റെ കാര്യമൊന്നും ഇപ്പോൾ ചോദിക്കല്ലേ. ഞാനും ഇപ്പോൾ ഭയങ്കര ടൈറ്റിലാണ്. കുറേ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു, പക്ഷെ ഒന്നും ഇതുവരെ തിരിച്ചു കിട്ടിയിട്ടില്ല. ബിസിനസ്സൊക്കെ ഇപ്പോൾ ആകെ ഡള്ളായി കിടക്കുകയാണ്. ഞാൻ വേണമെങ്കിൽ ഒരു 5-10
വേണമെങ്കിൽ തരാം, 5000-മോ 10,000-മോ നുള്ളിപ്പെറുക്കി എടുത്താൽ അതേ എൻ്റെ കയ്യിൽ കാണൂ എന്നെല്ലാം പറഞ്ഞു. ഇത് കേട്ടതും നമ്മുടെ ബഷീർ മുതലാളി ആകെ തകർന്നു പോയി. അദ്ദേഹം മനസ്സിൽ വിചാരിച്ചു, അല്ലെങ്കിലും പണമുള്ളപ്പോൾ എല്ലാവരും കാണും, ഒന്നുമില്ലാത്തപ്പോൾ ആർക്കും ഒരു വിലയില്ല, എന്തു ചെയ്യാൻ. ഇത് പുറത്ത് കാണിക്കാതെ അദ്ദേഹം പറഞ്ഞു, സാരമില്ല, നിന്റെ കയ്യിലില്ലെങ്കിൽ പിന്നെ എന്തു ചെയ്യാനാ, 5-10 കിട്ടിയിട്ട് കാര്യമില്ലടോ, ഞാൻ നമ്മുടെ യൂസഫിനോട് കൂടി ഒന്ന് ചോദിച്ചു നോക്കട്ടെ എന്നെല്ലാം പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഫോൺ കട്ട് ചെയ്തു. എന്നാൽ ഇതേ സമയം നമ്മുടെ ബഷീർ മുതലാളി ആദ്യം വിളിച്ച സുഹൃത്ത് യൂസുഫിന് ഫോൺ ഡയൽ ചെയ്യുന്ന തിരക്കിലായിരുന്നു. അദ്ദേഹം വിളിച്ച് നമ്മുടെ യൂസുഫിനോട് പറഞ്ഞു, യൂസുഫേ, എന്തൊക്കെയുണ്ട് വിശേഷം, സുഖമല്ലേ? ഞാനൊരു അത്യാവശ്യ കാര്യം പറയാൻ വിളിച്ചതാണ്. ബഷീർ നിനക്ക് ചിലപ്പോൾ ഇപ്പോൾ വിളിക്കുമായിരിക്കും. അവൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ നിന്നോട് പറഞ്ഞിരുന്നതല്ലേ. 5 പൈസ കയ്യിലില്ല. അവൻ പൈസ ചോദിക്കാൻ വേണ്ടിയാണ് എന്നെ ഇപ്പോൾ വിളിച്ചിരുന്നത്. അവൻ ഹോസ്പിറ്റൽ ബില്ലിന് ഏകദേശം 1,00,000-ൻ്റെ മുകളിലാവും എന്നാണ് പറഞ്ഞത്. കൊടുത്തു പോകരുത് കേട്ടോ, പോയാൽ പിന്നെ ഈ അടുത്ത കാലത്തൊന്നും തിരിച്ചു കിട്ടില്ല. ഇപ്പോൾ അവൻ്റെ സ്ഥിതി പറ്റെ മോശമാണ്. അതുകൊണ്ട് പൈസ കൊടുത്തുള്ള കളിയൊന്നും വേണ്ട, കൊടുത്തു കഴിഞ്ഞാൽ അത് തിരിച്ചു കിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് അപ്പോൾ നമ്മുടെ യൂസഫ് പറഞ്ഞു, ഇല്ലടാ, ഞാൻ കൊടുക്കുന്നില്ല. ഞാൻ ഇപ്പോൾ ആകെ കുറച്ച് ടൈറ്റിലാണ്. എൻ്റെ കയ്യിൽ അത്രയും ക്യാഷൊന്നും ഒരുമിച്ച് എടുക്കാൻ ഉണ്ടാവില്ല. ഇനിയിപ്പോൾ ഉണ്ടെങ്കിൽ തന്നെ കൊടുക്കാനും പോകുന്നില്ല. നീ പറഞ്ഞ പോലെ അത് തിരിച്ചു കിട്ടിയില്ലെങ്കിൽ പിന്നെ അതിൻ്റെ പിന്നാലെ നടക്കാനൊന്നും എനിക്ക് വയ്യ എന്നെല്ലാം പറഞ്ഞുകൊണ്ട് അയാൾ ഫോൺ വെച്ച് ഒരു 5 മിനിറ്റ് കഴിയുന്നതിന് മുൻപ് തന്നെ നമ്മുടെ ബഷീർ മുതലാളിയുടെ കോൾ വന്നു. ഹലോ, അസ്സലാമു അലൈക്കും, നമ്മുടെ ബഷീർ മുതലാളി പറഞ്ഞു. വഅലൈക്കും അസ്സലാം, എവിടെയാടോ ചെങ്ങായി, എന്താ നിൻ്റെ വിശേഷം, എങ്ങനെയുണ്ട് നിൻ്റെ അസുഖമൊക്കെ? ഞാൻ അറിഞ്ഞിരുന്ന കാര്യങ്ങളെല്ലാം. ഇപ്പോൾ കുഴപ്പമൊന്നുമില്ലല്ലോ, എന്നിട്ട് എന്തായി, വീട്ടിലെത്തിയോ, ഡിസ്ചാർജ് ആയോ എന്നെല്ലാം ചോദിച്ചു. അപ്പോൾ നമ്മുടെ ബഷീർ മുതലാളി പറഞ്ഞു, കുഴപ്പമൊന്നുമില്ല, ഡിസ്ചാർജ് പറഞ്ഞിട്ടുണ്ട്. അതല്ല ഇപ്പോൾ പ്രശ്നം, ഹോസ്പിറ്റലിൽ നല്ലൊരു ബില്ല് വന്നിട്ടുണ്ട്. എൻ്റെ കയ്യിലാണെങ്കിൽ അത്രയും പൈസ കാണില്ല. നമ്മളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുമ്പോൾ സഹായിക്കാറുള്ളതല്ലേ. നിൻ്റെ കയ്യിലുണ്ടെങ്കിൽ ഒരു രൂപ എനിക്ക് വേണം. അപ്പോൾ 1 രൂപ എന്ന് പറഞ്ഞാൽ 1,00,000 കേട്ടോ. അപ്പോൾ നമ്മുടെ യൂസഫ് പറഞ്ഞു, ഞാൻ ഇന്നലെയാണ് എൻ്റെ കയ്യിലുണ്ടായിരുന്ന ആകെ പൈസ എല്ലാം കൂടെ കൂട്ടി പെറുക്കി ഒരു സ്ഥലത്തിന് അഡ്വാൻസ് കൊടുത്തത്. ഇന്നലെ നീ വിളിക്കുകയാണെങ്കിൽ കയ്യിൽ പൈസയുണ്ടായിരുന്നു. എൻ്റെ കയ്യിലുള്ളത് തികയായിട്ട് എൻ്റെ അളിയൻ്റെ കയ്യിൽ നിന്ന് കൂടി വാങ്ങിയിട്ടാണ് ഞാൻ ആ സ്ഥലത്തിന് അഡ്വാൻസ് കൊടുത്തത്. ഇനി എൻ്റെ കയ്യിൽ 5 പൈസയില്ല. നീ തൽക്കാലം ഇപ്പോൾ വേറെ എന്തെങ്കിലും ചെയ്യാൻ നോക്ക് എന്നെല്ലാം പറഞ്ഞുകൊണ്ട് എന്നിട്ട് പിന്നെ വേറെ പ്രത്യേകിച്ചൊന്നുമില്ലല്ലോ, ഞാൻ കുറച്ച് തിരക്കിലാണ് എന്നെല്ലാം പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഫോൺ വെച്ചു. ഇതോടുകൂടി നമ്മുടെ ബഷീർ മുതലാളിക്ക് ഒരു കാര്യം മനസ്സിലായി. ഇനി സുഹൃത്തുക്കൾ എന്നും പറഞ്ഞ് മറ്റുള്ളവരോട് ചോദിച്ചിട്ട് കാര്യമില്ല. എന്ത് ചെയ്യും? പെട്ടെന്ന് തന്നെ എന്താണ് ചെയ്യേണ്ടത് എന്ന് ഒരു ഐഡിയയും കിട്ടുന്നില്ല. അവസാനം നമ്മുടെ റഹീമയുടെ ഉമ്മ ഒരു കാര്യം തീരുമാനിച്ചു. അവരുടെ കയ്യിലും കഴുത്തിലും കാതിലും ഉണ്ടായിരുന്ന 1-2 ആഭരണങ്ങൾ ഇനി അതൊന്നും നോക്കിയിട്ട് കാര്യമില്ല, വേറെ ഒരു വഴിയുമില്ല എന്ന് വിചാരിച്ചുകൊണ്ട് അതെല്ലാം ഊരിക്കൊടുത്ത് അവർ മക്കളോടായി പറഞ്ഞു, തൽക്കാലം നിങ്ങൾ ഇത് കൊണ്ടുപോയി വെക്ക്. ഇനിയിപ്പോൾ ഇതും ഇട്ട് നടന്നിട്ടെന്താ, അന്നന്നത്തെ ഭക്ഷണത്തിന് പോലും എന്താണ് ചെയ്യേണ്ടത് എന്നൊരു ഐഡിയയുമില്ല. അപ്പോഴല്ലേ സ്വർണ്ണമിട്ട് നടക്കുന്നത്. ഹോസ്പിറ്റൽ ബില്ലടക്കാൻ വേറെ ഒരു രക്ഷയുമില്ല. നിങ്ങൾ ഇത് കൊണ്ടുപോയി എന്തെങ്കിലും ചെയ്യ്, എന്നിട്ട് വേഗം പൈസ കൊണ്ടുവാ. ഇവിടുന്ന് എത്രയും പെട്ടെന്ന് ഡിസ്ചാർജ് ആയാൽ അവിടുന്ന് അങ്ങോട്ടുള്ള പൈസ കൊടുക്കണ്ടല്ലോ. വൈകുന്നേരം വരെ ഇവിടെ തന്നെ നിൽക്കുകയാണെങ്കിൽ ആ വാടക കൂടി കൊടുക്കേണ്ടേ എന്നെല്ലാം പറഞ്ഞുകൊണ്ട് അവർ അവരുടെ സ്വർണ്ണാഭരണങ്ങളെല്ലാം ഊരിക്കൊടുത്തു.
മൂത്ത മകൻ അതും വാങ്ങിക്കൊണ്ട് എങ്കിൽ ശരി ഞാൻ ഇത് കൊടുത്ത് പൈസയും വാങ്ങി വരാം എന്ന് പറഞ്ഞുകൊണ്ട് ആ സ്വർണവും വാങ്ങി അവിടെ നിന്ന് പോയി. അന്ന് നമ്മുടെ ഷാജഹാനിക്ക കടയിൽ ഓരോ കാര്യങ്ങളിങ്ങനെ നോക്കി അന്നത്തെ ചിലവും വരവും എല്ലാം നോക്കി ഇങ്ങനെ ബില്ലുകളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ നോക്കി ക്യാഷ് കൗണ്ടറിൽ ഇരിക്കുകയായിരുന്നു. ലൈലാത്തയും മക്കളും അടുക്കളയിലെ കാര്യങ്ങളെല്ലാം തീർത്തുകൊണ്ട് വീട്ടിലേക്ക് പോയിട്ടുണ്ട്. ആ സമയത്താണ് നമ്മുടെ ജമാലിൻ്റെ ഉപ്പ അസീസിക്കയുടെ വരവ്. വന്നു കയറിയ പാടെ അദ്ദേഹം സലാം പറഞ്ഞു. അസ്സലാമു അലൈക്കും. ഷാജഹാനെ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഷാജഹാനിക്ക പറഞ്ഞു, ആ എന്താ അസീസേ, നല്ല വിശേഷം. എന്ത് വേണം? നീ ഇപ്പോഴാണോ വരുന്നത്? കടയെല്ലാം സാധനങ്ങളെല്ലാം കഴിഞ്ഞ് എല്ലാം ക്ലോസ് ചെയ്തു, അടുക്കളയൊക്കെ ക്ലിയറാക്കി, കെട്ടിയോളും മക്കളും വീട്ടിലും പോയി. ഞാനിങ്ങനെ കണക്കുകളൊക്കെ നോക്കുകയായിരുന്നു. ഇനിയിപ്പോൾ ആണെങ്കിൽ ഒന്നുമില്ലേനും. അപ്പോൾ നമ്മുടെ അസീസിക്ക പറഞ്ഞു, ഞാൻ അതിനു വേണ്ടി വന്നതൊന്നുമല്ല, ഞാൻ വേറെ ഒരു കാര്യം പറയാൻ വേണ്ടി വന്നതാണ് എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മുടെ ഷാജഹാനിക്ക പറഞ്ഞു, അത് ശരി, ഞാൻ വിചാരിച്ചു നീ എന്തെങ്കിലും വാങ്ങിക്കാൻ വേണ്ടി വന്നതാണ് എന്ന്. ഇന്നലെ മോൻ വന്നിരുന്നു എന്ന് ഭാര്യ പറഞ്ഞു, അതുപോലെ എന്തെങ്കിലും സാധനങ്ങൾക്ക് വേണ്ടി വന്നതാണോ എന്ന് വിചാരിച്ചു എന്ന് പറഞ്ഞു. എന്നിട്ട് എന്താണ് നീ വന്നത്, പറ കേൾക്കട്ടെ എന്ന് പറഞ്ഞു. അദ്ദേഹം ചോദിച്ചു, എന്താണ് എന്നിട്ട്? നിൻ്റെ മോളില്ലേ, മൂത്ത മകൾ, അവളെ ഇപ്പോൾ കെട്ടിക്കാൻ വല്ല പ്ലാനിങ്ങും ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ നമ്മുടെ ഷാജഹാനിക്ക പറഞ്ഞു, അവളുടെ കാര്യമൊന്നും ഇപ്പോൾ ഞാൻ ആലോചിച്ചിട്ടില്ല. എൻ്റെ മോൻ്റെ കല്യാണം ഉടൻ ഉണ്ടാവും ഇൻഷാ അല്ലാഹ്. അപ്പോൾ നമ്മുടെ അസീസിക്ക പറഞ്ഞു, എൻ്റെ മകൻ ഇന്നലെ ഇവിടെ വന്നിരുന്ന സമയത്ത് നിൻ്റെ മോളെ അവൻ കണ്ടിരുന്നു. അവന് ഇത്തവണ കല്യാണം നോക്കണം എന്നാണ് എൻ്റെ ഭാര്യയുടെ അഭിപ്രായം. ഞങ്ങളുടെയും അഭിപ്രായം അത് തന്നെയാണ്. കാരണം ഞങ്ങളെല്ലാം പോയി കഴിഞ്ഞാൽ അവൾ വീട്ടിൽ തനിച്ചല്ലേ, അവൾക്ക് വേണ്ടി പറയാൻ ഒരു കൂട്ട് വേണ്ടേ. അതുകൊണ്ട് നിൻ്റെ മകളെ എൻ്റെ മകൻ ഇന്നലെ കണ്ടപ്പോൾ അവൻക്ക് ഒരുപാട് ഇഷ്ടമായിട്ടുണ്ട്. തരക്കേടൊന്നുമില്ലെങ്കിൽ നിങ്ങൾക്കും സമ്മതമാണെങ്കിൽ നമുക്കത് ആലോചിച്ചാലോ? കാരണം നമ്മൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം അറിയുന്ന കുടുംബങ്ങളല്ലേ, അതുകൊണ്ട് ആലോചിച്ചാലോ എന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, എനിക്ക് പെട്ടെന്ന് അങ്ങനെ ഒരു മറുപടി പറയാൻ കഴിയില്ല. ഞാൻ എന്തായാലും വീട്ടിൽ പോയി മക്കളോടും അതുപോലെ തന്നെ ഭാര്യയോടുമെല്ലാം അഭിപ്രായം ചോദിച്ച് നിങ്ങൾക്ക് വിളിക്കാം. പറ്റുന്നതാണെങ്കിൽ നോക്കാം, വിധിയുണ്ടെങ്കിൽ നടക്കും ഇൻഷാ അല്ലാഹ് എന്നെല്ലാം പറഞ്ഞു. അപ്പോൾ നമ്മുടെ അസീസിക്ക പറഞ്ഞു, ഓക്കേടാ, എന്നാൽ ഞാൻ പോയി വരാം, അസ്സലാമു അലൈക്കും. എന്തായാലും നീ പെട്ടെന്ന് വിളിക്ക് കേട്ടോ, കാരണം അവന് 2 മാസത്തെ ലീവേ ഉള്ളൂ, വന്ന് 4-5 ദിവസമായിട്ടുള്ളൂ. പെട്ടെന്ന് തന്നെ ഒരു കല്യാണം നടക്കുകയാണെങ്കിൽ അവർക്കൊന്ന് ഒരുമിച്ച് നിൽക്കാൻ കുറച്ച് ദിവസം കിട്ടുമല്ലോ. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ കൂടുതൽ പെണ്ണൊന്നും അന്വേഷിക്കണ്ട എന്ന് വിചാരിച്ചത്. അവന് ഈ കുട്ടിയെ കണ്ടപ്പോൾ ഇഷ്ടമായി എന്ന് പറഞ്ഞപ്പോൾ, എന്നാൽ പിന്നെ ആലോചിച്ചാൽ നടക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നടക്കുമല്ലോ എന്ന് കരുതിയിട്ടാണ്. എന്തായാലും നീ വേഗം വിവരം അറിയിക്കുക എന്നെല്ലാം പറഞ്ഞുകൊണ്ട് സലാം പറഞ്ഞ് നമ്മുടെ അസീസിക്ക അവിടെ നിന്നും വീട്ടിലേക്ക് പോയി. അങ്ങനെ നമ്മുടെ അസീസിക്ക വീട്ടിൽ വന്ന് കയറിയ ഉടൻ നമ്മുടെ സഫിയാത്ത് ചോദിച്ചു, അല്ല ഇക്ക, നിങ്ങൾ എന്നിട്ട് ഷാജഹാനിക്കാൻ്റെ കടയിൽ പോയിരുന്നോ? അദ്ദേഹത്തെ കണ്ടോ? എന്താണ് പറഞ്ഞത്? എന്തെങ്കിലും പറഞ്ഞോ? നമ്മുടെ മോനെ പെണ്ണ് കാണാൻ പോവാൻ പറ്റുമോ? ഇന്ന് പറ്റുമോ അല്ലെങ്കിൽ നാളെ പറ്റുമോ? ആകാംക്ഷ കൊണ്ട് നമ്മുടെ സഫിയാത്ത ശ്വാസം പോലും വിടാൻ മറന്നു പോയിക്കൊണ്ട് ഒറ്റ ശ്വാസത്തിൽ എല്ലാം കൂടി ചോദിച്ചു തീർക്കുകയായിരുന്നു. ഇത് കേട്ടതും നമ്മുടെ അസീസിക്ക ചിരി അടക്കി പിടിച്ചുകൊണ്ട് പറഞ്ഞു, ഒന്ന് നിർത്തി സാവകാശം പറ പെണ്ണേ, ഇല്ലെങ്കിൽ നീ ശ്വാസം മുട്ടി ഒരു ഭാഗത്തായി പോവും. ഇങ്ങനെ ഒറ്റ ശ്വാസത്തിൽ ചോദിക്കാതെ ഒന്ന് സാവകാശം നിർത്തി ചോദിക്ക് എന്നെല്ലാം പറഞ്ഞു. ഇത് കേട്ട് നമ്മുടെ സഫിയത്ത പറഞ്ഞു, എനിക്ക് അറിയാനുള്ള ആകാംക്ഷ കൊണ്ടേ, പറ്റുകയാണെങ്കിൽ ഇന്ന് തന്നെയാണ് പോയി കാണായിരുന്നു, അതിനു വേണ്ടിയിട്ടായിരുന്നു എന്നെല്ലാം പറഞ്ഞു.
അപ്പോൾ നമ്മുടെ അസീസിക്ക പറഞ്ഞു, ഞാൻ കാര്യങ്ങളെല്ലാം ഷാജഹാനോട് സൂചിപ്പിച്ചിട്ടുണ്ട്. അവൻ പറഞ്ഞത് ഒറ്റയ്ക്ക് പെട്ടെന്നൊരു തീരുമാനം പറയാൻ കഴിയില്ല എന്നാണ്. കാരണം ഇപ്പോൾ അവളുടെ കല്യാണത്തെക്കുറിച്ച് അവർ ആലോചിച്ചിട്ടൊന്നും ഇല്ല. ഇനി മക്കളോടും അതുപോലെ തന്നെ അവൻ്റെ ഭാര്യയോടുമെല്ലാം ചോദിച്ച് വീട്ടിൽ ചെന്നിട്ട് അഭിപ്രായം പറയാമെന്നാണ് പറഞ്ഞത്. ചെറിയൊരു പ്രതീക്ഷയുണ്ട്, കാരണം മോൻ്റെ കല്യാണം ഉടനുണ്ടാവുമെന്ന് പറഞ്ഞു. അപ്പോൾ നല്ല ബന്ധമാണെങ്കിൽ ചിലപ്പോൾ രണ്ടുകൂടെ ഒരുമിച്ച് നടത്താം. അങ്ങനെ ഒരു പ്ലാനിങ് ഉണ്ട് എന്ന് അവൻ്റെ സംസാരത്തിൽ നിന്ന് തോന്നി. അതുകൊണ്ട് തന്നെ നമുക്ക് കാത്തിരിക്കാം, വൈകുന്നേരം വരെ കാത്തിരിക്കാം. ഇന്ന് പോയിട്ടില്ലെങ്കിലും നാളെ പോവാലോ, നീ ഒന്ന് അടങ്ങ് പെണ്ണെ, ഒന്ന് വെയിറ്റ് ചെയ്യ് എന്നെല്ലാം പറഞ്ഞു അസീസിക്ക. അപ്പോൾ നമ്മുടെ സഫിയാത്ത പറഞ്ഞു, ആയിക്കോട്ടെ, എന്തായാലും കഞ്ഞി വേകുവോളം നിന്ന് ആറുവോളം നിൽക്കാൻ വലിയ പണിയൊന്നും ഇല്ലല്ലോ. എന്തായാലും ഈ ഒരു ദിവസം കൂടിയല്ലേ, നാളെ വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ട് സഫിയാത്ത അവരുടേതായ ജോലിയിലേക്ക് പോയി. അങ്ങനെ അന്ന് വൈകുന്നേരം നമ്മുടെ ഷാജഹാനിക്ക ഭക്ഷണം കഴിക്കുമ്പോൾ മക്കളോടും ഭാര്യയോടുമായി പറഞ്ഞു, ഇന്നലെ നിങ്ങൾ പറഞ്ഞ കാര്യം സത്യമായി എന്ന് തോന്നുന്നു. ഇന്നലെ ഒരു പെണ്ണ് കാണാൻ ആൾ വന്നു, പെണ്ണു കാണൽ നടന്നു എന്നെല്ലാം പറഞ്ഞിട്ടല്ലേ നിങ്ങൾ എൻ്റെ മോളെ കളിയാക്കിയത്. അത് സത്യമായി. ഇന്ന് ആ ചെക്കൻ്റെ ഉപ്പ അവിടെ വന്നിരുന്നു, അസീസ്. അവന് നമ്മുടെ നൂറായെ നന്നായി ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് തോന്നുന്നു. അവർ നാളെ ഇങ്ങോട്ട് വരട്ടെ എന്ന് ചോദിച്ചിട്ടുണ്ട്. എന്താണ് ലൈല നിൻ്റെ അഭിപ്രായം? മക്കളെ, നിങ്ങളുടെ എല്ലാം അഭിപ്രായം എന്താ എന്ന് ചോദിച്ചു. നൂറ പറഞ്ഞു, അത് ശരി, നിങ്ങൾക്കൊക്കെ എന്നെ ഇത്ര വേഗം മടുത്തോ? എന്നെ ഇവിടുന്ന് പെട്ടെന്ന് പറഞ്ഞു വിടാനായി ധൃതിയായോ? ഇത് കേട്ട് നിഷിബ് പറഞ്ഞു, അതെ, ശല്യം ഇവിടെ നിന്ന് പെട്ടെന്ന് പോയി കിട്ടിയാൽ മനുഷ്യനിവിടെ ഒറ്റയ്ക്ക് വിലസമായിരുന്നു എന്നെല്ലാം പറഞ്ഞു. എന്നിട്ട് അവൾ പറഞ്ഞു, ഞാൻ വെറുതെ പറഞ്ഞതാണ് കേട്ടോ. എൻ്റെ നൂറ ഇല്ലാതെ ഞാനുണ്ടോ? ഞാനില്ലാതെ നീയുണ്ടോ? നീ പോയി കഴിഞ്ഞാൽ പിന്നെ ടോം ആൻഡ് ജെറി കളിക്കാൻ എനിക്കിവിടെ ആരാ എന്നെല്ലാം അവളിങ്ങനെ പറയുന്നുണ്ട്. നൂറ പറഞ്ഞു, ഉപ്പച്ചി എനിക്കിപ്പോൾ തന്നെ കല്യാണമൊന്നും വേണ്ട. ഞാൻ കുറച്ചുകൂടി ഇങ്ങനെ അടിച്ച് പൊളിച്ച് നടക്കട്ടെ. ഒരു ചെക്കനെയെല്ലാം കെട്ടി എനിക്ക് ആലോചിക്കാൻ വയ്യ. ഈ സ്വാതന്ത്ര്യമൊന്നും കെട്ടിച്ചു വിട്ടാൽ ഉണ്ടാവില്ല എന്നെല്ലാം പറഞ്ഞു. ഇത് കേട്ടതും നമ്മുടെ ലൈലാത്ത പറഞ്ഞു, നീ മിണ്ടാതിരുന്നേ. പെൺകുട്ടികളെ കെട്ടിച്ചു വിടേണ്ട ഒരു പ്രായമുണ്ട്. നീ ഇപ്പോൾ ആ ഒരു പ്രായത്തിലാണ്. കുറച്ച് കഴിഞ്ഞാൽ പെണ്ണെ നിൻ്റെ ഈ ചേലും ചെറുക്കുമൊന്നും ഉണ്ടാവില്ല. പിന്നെ പ്രായം തോന്നിക്കും. ഇപ്പോഴാണ് നിൻ്റെ ആ നല്ല പ്രായം. പിന്നെ അതുമാത്രമല്ല, ഇന്ന് എന്തെല്ലാമാണ് നമ്മൾ കേൾക്കുന്നത്. നമ്മൾ എത്ര ശ്രദ്ധിച്ചാലും എന്തെങ്കിലും ഊരാക്കുടുക്കിൽ ചെന്ന് പെട്ടുകഴിഞ്ഞാൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ഏതായാലും നമ്മുടെ സുമിയുടെയും ഫായിസിൻ്റെയും കല്യാണം നടത്തുന്നതിൻ്റെ കൂട്ടത്തിൽ നല്ലതാണെങ്കിൽ ഇതുകൂടി നമുക്ക് നടത്താം. അസീസിക്ക അതുപോലെ തന്നെ സെഫിയ അവരൊക്കെ എനിക്കറിയാം. നല്ല കുടുംബമാണ്, നമ്മുടെ ഭാഗ്യമാണെന്ന് കൂട്ടിക്കോ. കാരണം അദ്ദേഹം ഇന്ന് ഇവിടുത്തെ പേരുകേട്ട ഒരു മുതലാളി തന്നെയാണ്. ഇനി സമ്പത്തിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, തറവാടിത്തമായാലും തറവാട്ടിൽ പേരായാലും അവരൊക്കെ നല്ല തറവാട്ടുകാരാണ്, നല്ല കുടുംബങ്ങളാണ്. സെഫിയാത്താനൊക്കെ പോലെയുള്ള ആളുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇവിടെ പെണ്ണുങ്ങളൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. നല്ല സ്വഭാവമാണ്, എല്ലാവരെയും സഹായിക്കാനും സ്നേഹിക്കാനുമുള്ളൊരു മനസ്സുണ്ട്. അതുപോലെ തന്നെ അവരുടെ ഭർത്താവും അസീസിക്കയും എല്ലാവരും നല്ലതാണ്. പിന്നെ വലിയൊരു കുടുംബമൊന്നുമല്ല, ഒരു പാകത്തെ കുടുംബം. മോളാണെങ്കിൽ കല്യാണം കഴിച്ച് അവിടെ വീട്ടിലും, അവളും നല്ല പെൺകുട്ടിയാണ് എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. പിന്നെ ഫായിസ്, നിനക്കറിയാലോ മകൻ ജമാലിന്. എന്താ നിൻ്റെ അഭിപ്രായം? ഞാനിതുവരെ അവനെക്കുറിച്ച് അങ്ങനെ ഒരു കച്ചറയോ ഒന്നും കേട്ടിട്ടില്ല. ഷാജഹാനിക്കയും പറഞ്ഞു, കുടുംബമൊക്കെ നല്ലതാണ്. അതുകൊണ്ട് തന്നെയാണ് അവർ ചോദിച്ചപ്പോൾ ഞാൻ പെട്ടെന്ന് ഇല്ല അല്ലെങ്കിൽ വേണ്ട എന്നൊരു മറുപടി പറയാതിരുന്നത്. നിങ്ങളോട് കൂടി ചോദിച്ചിട്ട് പറയാമെന്ന് വിചാരിച്ചത്.
അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ പെട്ടെന്ന് അവൾക്ക് കല്യാണം വേണമെന്നും വിചാരിച്ചിട്ടില്ലല്ലോ. പക്ഷേ നല്ല ബന്ധം വരുമ്പോൾ നമ്മൾ എന്തിനാണ് ഒഴിവാക്കി കളയുന്നത് എന്ന് വിചാരിച്ചത് കൊണ്ടാണ് നിങ്ങളോട് കൂടി ചോദിക്കാമെന്ന് കരുതിയത് എന്ന് പറഞ്ഞു. നമ്മുടെ ഫായിസ് പറഞ്ഞു, ആ ജമാലല്ലേ, അവനെ എനിക്കറിയാം. ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ എൻ്റെ ഒരു ക്ലാസ് മുന്നിലായി അവനുണ്ടായിരുന്നു. നല്ല പയ്യനാണ്. പഠിക്കുന്ന സമയത്ത് തന്നെ യാതൊരു കച്ചറകളുമില്ലാതെ നന്നായി പഠിക്കും. സ്കൂളിലെ മാഷന്മാർക്കും എല്ലാവർക്കും കുട്ടികൾക്കും എല്ലാം അവനെ ഇഷ്ടമായിരുന്നു. നല്ല അഭിപ്രായമാണ്. പിന്നെ ചെറുതായിട്ട് ഞങ്ങൾ കൂട്ടുകാരുമാണ്. അതുകൊണ്ട് തന്നെ ഇത് നടത്താമെന്നാണ് എൻ്റെയും അഭിപ്രായം. എന്തായാലും ഇനി ഉമ്മയും ഉപ്പയും നിങ്ങൾ എല്ലാവരും എന്താണ് തീരുമാനിക്കുന്നത് എന്ന് വെച്ചാൽ അതുപോലെ ചെയ്യാം. ഇത് തട്ടിക്കളയണ്ട എന്നാണ് എൻ്റെയും അഭിപ്രായം. ഇനി നുഷൈബായും ഇല്ലേ, അവൾ പോയി കഴിഞ്ഞാലല്ലേ അവൾക്കും ഒരു പ്രായമായാൽ നമുക്ക് നോക്കാൻ പറ്റുകയുള്ളൂ. ഇതുപോലെ നമുക്ക് അറിയുന്ന ബന്ധങ്ങളാവുമ്പോൾ ഏറ്റവും നല്ലത് എന്നെല്ലാം അവൻ പറഞ്ഞു. അപ്പോൾ നമ്മുടെ ഷാജഹാനിക്ക് പറഞ്ഞു, ഇനി നൂറാക്ക് അവസാനമായി എന്തെങ്കിലും പറയാനുണ്ടോ? ഇപ്പോൾ കല്യാണം വേണ്ടാന്ന് തന്നെയാണ് നിൻ്റെ പിടിവാശി എന്ന് വെച്ചാൽ ഞങ്ങൾ നിർബന്ധിച്ച് നിന്നെ കൊണ്ട് കല്യാണം കഴിപ്പിക്കണമെന്നും ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മുടെ നൂർ പറഞ്ഞു, എനിക്കിപ്പോൾ കല്യാണം കഴിക്കണമെന്ന് ആഗ്രഹമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നീട് നിങ്ങൾ പറയരുത് നല്ലൊരു ബന്ധം വന്നത് ഞാൻ കാരണം ഇല്ലാതായി എന്ന്. അതുകൊണ്ട് തന്നെ ഉപ്പാൻ്റെയും ഉമ്മാൻ്റെയും നിങ്ങളുടെ എല്ലാം ഇഷ്ടത്തിന് എനിക്ക് എതിരൊന്നുമില്ല. എന്തായാലും നിങ്ങളുടെ ഇഷ്ടം പോലെ, നിങ്ങളുടെ തീരുമാനം പോലെ ചെയ്യും, എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് നമ്മുടെ നൂറ പറഞ്ഞു. അപ്പോൾ നമ്മുടെ ഷാജഹാനിക്ക എല്ലാവരോടുമായി പറഞ്ഞു, എങ്കിൽ ഞാൻ നാളെ അവരോട് വന്ന് കാണാൻ പറയാം. എന്നിട്ട് അത് നടക്കുകയാണെങ്കിൽ നമുക്ക് ഇൻഷാ അല്ലാ നമ്മുടെ മക്കളുടെ ഫായിസിൻ്റെയും സുമിയുടെയും നൂറമോളുടെയും കല്യാണം ഒരുമിച്ച് നടത്താം ഒരേ പന്തലിൽ എന്ന് പറഞ്ഞുകൊണ്ട് ഷാജഹാനിക്ക അവിടെ നിന്നും എഴുന്നേറ്റ് കൈ കഴുകി പോയി, അദ്ദേഹത്തിൻ്റെ റൂമിലേക്ക് പോയി. അങ്ങനെ ഓരോരുത്തരായി അവിടെ നിന്ന് എഴുന്നേറ്റ് അടുക്കളയിലേക്കും അതുപോലെ തന്നെ അവരുടെ റൂമുകളിലേക്കും എല്ലാം ഉറങ്ങാനായിട്ടെല്ലാം പോയി. അങ്ങനെ ഉറങ്ങാനായി റൂമിൽ ചെന്നപ്പോൾ ഷാജഹാനിക്ക അദ്ദേഹത്തിൻ്റെ ഭാര്യയോടായി പറഞ്ഞു, ലൈല, എന്നാൽ നമുക്ക് വിളിച്ച് അവരോട് നാളെ വരാൻ പറയാം അല്ലേ? അപ്പോൾ ലൈലാത്ത പറഞ്ഞു, എന്നാൽ നിങ്ങൾ വിളിച്ച് പറയും, ഇൻഷാ അല്ലാ നാളെ തന്നെ അവർ വന്നോട്ടെ. അങ്ങനെ നമ്മുടെ ഷാജഹാനിക്ക അസീസ്ക്ക് ഫോണിൽ വിളിച്ച് പറഞ്ഞു, അസ്സലാമു അലൈക്കും, ഞാൻ ഷാജഹാനാണ്. വലൈക്കും അസ്സലാം. പറ ഷാജഹാനെ, എന്തായി തീരുമാനങ്ങൾ? നീ വീട്ടിൽ സംസാരിച്ചോ? എന്താണ് ഭാര്യയുടെയും മക്കളുടെയും എല്ലാം അഭിപ്രായം? അദ്ദേഹം പറഞ്ഞു, അവർക്കൊന്നും കുഴപ്പമില്ല. ഏതായാലും മോൻ്റെ കല്യാണം നടത്താൻ വെച്ചിരിക്കുകയല്ലേ, ഇൻഷാ അല്ലാ അതിലൂടെ ഇതും കൂടി അങ്ങ് നടത്താമെന്നാണ് ഞങ്ങളുടെ തീരുമാനം. അപ്പോൾ എന്തായാലും നീ നാളെ മോനെ പറഞ്ഞു വിട്. ഇൻഷാ അല്ലാ അവർ തമ്മിൽ കണ്ട് ഇഷ്ടപ്പെട്ട്, കുടുംബങ്ങളൊക്കെ പിന്നെ നമുക്ക് പരസ്പരം അറിയാമല്ലോ, അതുകൊണ്ട് തന്നെ അന്വേഷണങ്ങളുടെയൊന്നും കൂടുതൽ ആവശ്യമില്ല. കുട്ടികൾ തമ്മിൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമുക്ക് കാരണവന്മാരും വേണ്ടപ്പെട്ടവരോടും കൂടി സംസാരിച്ച് നമുക്ക് അതങ്ങ് തീരുമാനിക്കാം എന്നും പറഞ്ഞുകൊണ്ട്, ഓക്കെ, എന്നാൽ ഞാൻ ഭാര്യയോടും മോനോടും മോളോടുമൊക്കെ വിവരം പറയട്ടെ, ഇൻഷാ അല്ലാ നാളെ അവരെ അങ്ങോട്ട് വിടാം എന്ന് പറഞ്ഞുകൊണ്ട് അസീസിക്കയും ഫോൺ വെച്ചു. വിവരങ്ങൾ കേട്ട ശേഷം നമ്മുടെ ജമാൽ പറഞ്ഞു, ഉമ്മ ഉപ്പ, എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയാനുണ്ട്. എന്താണ് പറയൂ, ഇനി എന്താ, നാളെ അങ്ങോട്ട് പോവുകയല്ലേ, ഇനിയിപ്പോൾ എന്താ പറയാനുള്ളത് എന്ന് ചോദിച്ചു. അവൻ പറഞ്ഞു, ഉമ്മ, ഏതായാലും ഞാനും ഉമ്മയും അതുപോലെ തന്നെ സൽമയും നമ്മൾ 3 പേരുമല്ലേ പോകുന്നതുള്ളൂ. എൻ്റെ ഒരു ഉറ്റ സുഹൃത്തുണ്ട്, നിങ്ങൾക്കറിയില്ലേ, റഹീമ. അവളെ കൂടി പെണ്ണ് കാണാൻ കൊണ്ടുപോയാലോ? അവൾ എപ്പോഴും പറയും, നിങ്ങൾക്കറിയാമല്ലോ ഞങ്ങൾ അത്രയും ബെസ്റ്റ് ഫ്രണ്ട്സാണെന്ന്, ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കാറുണ്ട്, അവൾ എല്ലാ കാര്യം എന്നോട് പറയാറുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലെ എല്ലാ കാര്യം അവളോടും പറയാറുണ്ട്, എല്ലാം അറിയാമല്ലോ. അവൾ എപ്പോഴും പറയും, നിൻ്റെ പെണ്ണിനെ എനിക്ക് കൂടി കാണണം, എന്നോട് കൂടി പറയണം, വിളിക്കണം എന്നൊക്കെ. അവളെ കൂടി വിളിച്ചാലോ നമുക്ക് ഈ പെണ്ണ് കാണലിന് എന്ന് ചോദിച്ചു. ഇത് കേട്ടപ്പോൾ നമ്മുടെ അസീസിക്ക പറഞ്ഞു, അതിനെന്താ മോനെ, അവൾ നിൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് അല്ലേ, വിളിച്ചോ, അതിന് ഞങ്ങൾക്കെന്താ എതിർപ്പ്,
അല്ലേടി സഫിയ എന്ന് ചോദിച്ചു. അപ്പോൾ സഫിയത്തെയും പറഞ്ഞു, അവളെ വിളിച്ചോ, അതിനിപ്പോൾ എന്താ ചോദിക്കാനുണ്ടോ, നീ വിളിച്ചോ മോനെ, ഇൻഷാ അല്ലാഹ്. ഏതായാലും ഉപ്പ പോരുന്നില്ലല്ലോ, നമുക്ക് 4 പേർക്കും കൂടിയായിട്ട് നാളെ പോവാം. ഞാൻ എന്തായാലും സൽമ മോളോട് കൂടി വരാൻ പറയട്ടെ എന്നും പറഞ്ഞുകൊണ്ട് അവർ തൻ്റെ മകളെ വിളിച്ച് നാളെ ജമാലിന് പെണ്ണു കാണാൻ പോകാനായി വരാൻ പറഞ്ഞു. ആ നിമിഷം തന്നെ നമ്മുടെ ജമാലും റഹീമയെ കോൾ ചെയ്യുകയായിരുന്നു. റഹീമ കോൾ എടുത്തു. നീ നാട്ടിലെത്തി എന്നൊക്കെ അറിഞ്ഞു, എന്നിട്ട് ഇങ്ങോട്ടൊന്നും കണ്ടില്ലല്ലോ. അപ്പോൾ നമ്മുടെ ജമാൽ പറഞ്ഞു, വരാൻ നേരം കിട്ടേണ്ടടി, ഉമ്മയും ഉപ്പയും പുറത്തേക്ക് വിടണ്ടേ. അവർ 4 ദിവസമായി എൻ്റെ കൂട്ടുകാരുടെ അടുത്തേക്ക് പോലും വിട്ടിട്ട്. ഇവിടെ ഉമ്മാൻ്റെ വീട്ടുകാരും ഒരുപാട് വിരുന്നുകാരും ഒക്കെ വരുന്ന തിരക്കായിരുന്നു. പെങ്ങളും മക്കളും ഉണ്ടായിരുന്നു. അങ്ങനെ 4 ദിവസം പോയതറിഞ്ഞില്ല. എന്തായാലും നമുക്ക് കാണാനൊരു ചാൻസ് ഒത്തു വന്നിട്ടുണ്ട്. എൻ്റെ പെണ്ണ് കാണലാണ് നാളെ, നീയും വരണം, നിൻ്റെ ഭർത്താവിനെയും കൂട്ടി. അവൾ പറഞ്ഞു, അത് ശരി, വന്നപ്പോഴേക്ക് പെണ്ണ് കാണലുമായോ? അവൻ പറഞ്ഞു, അതൊക്കെ അങ്ങ് നടന്നിടി. എന്തായാലും നീ നാളെ മറക്കാതെ വായോ. നിൻ്റെ എല്ലാ കാര്യത്തിനും എന്നെയും വിളിക്കാറുള്ളതല്ലേ, അതുപോലെ തന്നെ എൻ്റെ കാര്യത്തിന് ഇനി നിന്നെ വിളിച്ചില്ല എന്ന പരാതി വേണ്ട. നീ എന്തായാലും ഭർത്താവിനെയും കൂട്ടി നാളെ വാ, മറക്കരുത്. അവനെവിടെ എന്ന് ചോദിച്ചു. അപ്പോൾ അവൾ പറഞ്ഞു, അദ്ദേഹം നിസ്കരിക്കുകയാണ്, ഇവിടെയുണ്ട്, ഞാൻ പറഞ്ഞോളാം. എന്തായാലും ഞങ്ങൾ 2 പേരും ഇൻഷാ അല്ലാഹ് നാളെ അവിടെ എത്താം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ റഹീമ ഫോൺ സംഭാഷണം അവസാനിപ്പിച്ചു.